ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സിദ്ധുവിൻ്റെ നിരപരാധിത്വം എല്ലാവർക്കും ബോധ്യമായിട്ടിരിക്കുകയാണ്. കോടതിയാണെങ്കിൽ സിദ്ധുവിന് നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് വിട്ടയച്ചിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മി എല്ലാവരോടായിട്ട് പറയുന്നുണ്ട്, ഇനി ആരും നമ്മളെ അപമാനിക്കില്ല. ഈ ഒരു കാര്യം പറഞ്ഞ് എല്ലാവരും നമ്മളെ ഒരുപാട് അപമാനിച്ചതല്ലേ. അപ്പോൾ ചന്ദ്രിക സിദ്ധുവിനോട് പറയുകയാണ്, സിദ്ധു സാർ, പ്രസ്സും മീഡിയയും എല്ലാവർക്കും മുന്നിൽ സാറ് നിരപരാധിയാണെന്ന കാര്യം സാറ് തന്നെ അറിയിക്കണം. ഈ കേസിൽ സാറ് ജയിച്ചത് എല്ലാവർക്കും അറിയണം. എങ്കിലേ സാറിൻ്റെ പേരിൽ വന്നിട്ടുണ്ടായിരുന്ന കളങ്കം പോവുള്ളൂ. ശരി ചന്ദ്രിക, നാളെ തന്നെ ഞാൻ എല്ലാ മീഡിയാസിനെയും വിളിച്ചിട്ട് എല്ലാവർക്കും മുന്നിൽ സത്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാം. ആദ്യം നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പോയതിനു ശേഷം ക്ഷേത്രത്തിലേക്ക് പോവണം. ചന്ദ്രിക പറഞ്ഞത് ശരിയാണ്. ഇനി നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങളും ഇതുപോലെ വരാതിരിക്കാൻ വേണ്ടി ദൈവത്തിനെ നമ്മൾ പോയി കാണണം. ലക്ഷ്മി അത് ശരിവെക്കുകയാണ്. എല്ലാവരും കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് പോവാണ്. അതേസമയം മേഘ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അവൾ ബെഡിലിരുന്നിട്ട് അവളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപമാനവും കണ്ണീരും സങ്കടവും എല്ലാവർക്കും മുന്നിലുണ്ടായ ആ ഒരു നാണക്കേടും ഒക്കെ ഇങ്ങനെ മേഘ വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടേയിരിക്കുകയാണ്. കോടതിയിൽ വെച്ചിട്ട് സിദ്ധുവിൻ്റെ അഡ്വക്കേറ്റ് അവളോട് ചോദിച്ച ചോദ്യങ്ങളൊക്കെ അവളെ വീണ്ടും വീണ്ടും ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. നീ ഇപ്പോൾ സത്യം പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും മുന്നിൽ നിൻ്റെ പേര് ഒരു മോശക്കാരിയായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അച്ഛൻ ആരാണെന്നറിയാത്ത കുഞ്ഞിനെയാണ് താൻ വയറ്റിൽ ചുമക്കുന്നത് എന്ന് പറഞ്ഞ് ഈ നാട് മുഴുവൻ നിന്നെ നോക്കി കളിയാക്കിച്ചിരിക്കും. അവസാനം കരഞ്ഞുകൊണ്ട് അവൾ തന്നെ പറയാണ്, എൻ്റെ ഗർഭത്തിന് സിദ്ധു അല്ല കാരണം, മനീഷാണ് കാരണം. അതൊക്കെ വീണ്ടും വീണ്ടും ഓർക്കുന്തോറും മേഘയ്ക്ക് വല്ലാത്ത അപമാനഭാരം തോന്നിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മനോഹരൻ ചേച്ചിയെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അവരും ദേഷ്യത്തോടെയാണ് കയറി വരുന്നത്. എന്നിട്ട് മേഘയോട് ചൂടായിട്ടാണ് സംസാരിക്കുന്നത്. മേഘ, എന്തിനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്തത്? നീ ചെയ്തതിൽ കുറച്ചു പോലും ന്യായമില്ല. നിനക്ക് സിദ്ധുവിൻ്റെ മേൽ ദേഷ്യമുണ്ടെങ്കിൽ അത് തീർക്കാൻ 1000 വഴികളുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ട് നിന്റെ ഗർഭത്തിന് അവനാണ് കാരണക്കാരൻ എന്ന് പറഞ്ഞിട്ട് അവനെ നാണം കെടുത്തുന്നത് വലിയ തെറ്റാണ്. മേഘ മറുപടിയൊന്നും പറയാതെ ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ മനോഹരൻ പറയുന്നുണ്ട്, ചേച്ചി, അവനെ നാണം കെടുത്താൻ പോയിട്ട് ഇപ്പോൾ മേഘ തന്നെ നാണം കെട്ട് അപമാനത്തോടെയാണ് ഇരിക്കുന്നത്. മേഘയുടെ ഗർഭത്തിന് മനീഷാണ് കാരണമെന്ന് ഇപ്പോൾ കോടതിക്ക് വരെ വ്യക്തമായി. ഇനി എല്ലാവരും മേഘയാണ് കുറ്റപ്പെടുത്തുക. സിദ്ധുവിനെ പഴിപറയാൻ വേണ്ടി പോയിട്ട് ഇപ്പോൾ മേഘ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് എല്ലാവരും ഇനി മേഘയാണ് കളിയാക്കുക. പ്രസ്സും മീഡിയയും ഒക്കെ മേഘയെ ഇനി നാണം കെടുത്തും. അപ്പോൾ മേഘ മുത്തശ്ശിയോട് പറയാണ്, മനീഷ് ഇന്ത്യയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഇപ്പോൾ സംഭവിക്കില്ലായിരുന്നു. അവൻ ഒറ്റയൊരുത്തൻ കാരണമാണ് ഇതെങ്ങനെയൊക്കെ സംഭവിച്ചത്. അവൻ എൻ്റെ പ്ലാനുകൾ മൊത്തം തകിടം മറിച്ചു. അവനെ എൻ്റെ കൈ കിട്ടുകയാണെങ്കിൽ കൊന്നു കളയും ഞാൻ. ചെന്നാ മതി. മനോഹരം പിറുപിറുക്കാണ്. അപ്പോൾ മുത്തശ്ശിയും പറയുന്നുണ്ട്, അല്ല മേഘ, തെറ്റൊക്കെ നീ ചെയ്തിട്ട് ഇപ്പം അവനെ കുറ്റം പറയാണോ? മനീഷ് വന്നിട്ട് നിൻ്റെ അടുത്ത് നിൻ്റെ ഗർഭത്തിന് ഉത്തരവാദി അവനാണെന്ന് പറഞ്ഞതല്ലേ? അപ്പം തന്നെ നീ കോടതിയിൽ പോയിട്ട് കേസ് ഒഴിവാക്കണമായിരുന്നു. അതൊക്കെ മാറ്റി വെച്ചിട്ട് മനീഷിനെയും സത്യം പറയരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചു നീ. എന്നിട്ട് സിദ്ധാർത്ഥിനെ ജയിലിലേക്ക് പറഞ്ഞു വിടാമെന്ന് കരുതിയിട്ട് കോടതിയെ വെച്ച് കളിച്ചു. നീ ചെയ്തത് എത്ര വലിയ അന്യായമാണെന്ന് നിനക്കറിയാമോ? അപ്പോൾ മേഘ ചൂടായിക്കൊണ്ട് പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക്, ഇപ്പം തന്നെ എനിക്ക് വല്ലാതെ തലവേദനിക്കുന്നുണ്ട്. ഞാൻ തന്നെ വല്ലാത്ത ദേഷ്യത്തോടെയാണ് ഉള്ളത്. ഓരോരുത്തർ മാറി മാറി വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് എൻ്റെ ദേഷ്യം കൂട്ടിക്കൊണ്ടിരിക്കരുത്. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് എല്ലാവരും ഒന്ന് പോയിത്താ. അപ്പോൾ മനോഹരൻ പറയാണ്, അതെ, പോവാൻ തന്നെയാണ് പോകുന്നത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇനി നമ്മളെ അവർ ഈ വീട്ടിൽ താമസിപ്പിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പം നിങ്ങളിങ്ങനെയൊക്കെ പറയും. ഒരുപക്ഷെ ആ കേസിൽ ഞാൻ ജയിച്ചിരുന്നെങ്കിൽ വീണ്ടും ഞാൻ ആ വലിയ വീട്ടിൽ തന്നെ ചെന്നെത്തുമായിരുന്നു. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ അങ്ങോട്ടേക്ക് വരുമായിരുന്നില്ലേ? ഇപ്പോൾ ഞാൻ കേസിൽ തോറ്റത് കാരണം എന്നെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് സംസാരിക്കുന്നതല്ലേ? അപ്പോഴും മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മേഘ, ഇപ്പോഴും നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല. നീ ചെയ്തതൊക്കെ തെറ്റായിരുന്നു എന്ന് മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും കാലിൽ ചെന്ന് വീണ് കരഞ്ഞ് മാപ്പ് അപേക്ഷിച്ചിട്ട് പറ. അവരുടെ വലിയ മനസ്സുകൊണ്ട് അവർ ക്ഷമിച്ച് നിനക്ക് മാപ്പ് തരും. ഇല്ലെങ്കിൽ സിദ്ധു നിന്നെ വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേഘ മുത്തശ്ശിയെ നോക്കിയ സമയത്ത് അവർ പറയുന്നുണ്ട്, അതിനു മുമ്പ് നീ തന്നെ തനിച്ച് പോയിട്ട് മഹേന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും കാലിൽ വീണ് സറണ്ടർ ആവാൻ നോക്ക്. ഞാനെന്തിന് പോയിട്ട് അവരുടെ കാൽ കീഴിൽ വീണം? എനിക്ക് അഭിമാനം നന്നായിട്ടുണ്ട്. അഭിമാനം വെച്ചിട്ട് നീ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? മനോഹരൻ കളിയാക്കുവാണ്. അഭിമാനം ഉണ്ടെന്ന് കരുതി ജീവിക്കാൻ വീടും കഴിക്കാൻ ഭക്ഷണവും ഒന്നും കിട്ടില്ല. തല താഴ്ത്തേണ്ടടുത്ത് തല താഴ്ത്തണം. അഭിമാനത്തോടെ നിൽക്കേണ്ടടുത്ത് അഭിമാനത്തോടെ തന്നെ നിൽക്കണം. ചെയ്തത് തെറ്റാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ പോയിട്ട് മാപ്പ് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. അപ്പോഴേക്കും മുത്തശ്ശൻ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് നല്ല ദേഷ്യത്തോടെയാണ് വരുന്നത്. പക്ഷേ അദ്ദേഹം വന്നത് ഇവർ 3 പേരും കണ്ടിട്ടില്ല. അപ്പോഴും മേഘ അഹങ്കാരത്തോടെ പറയാണ്, ഇങ്ങോട്ട് നോക്ക്,
ഞാൻ ഒരുപാട് പഠിച്ചതാണ്. എനിക്ക് എവിടെ വേണമെങ്കിലും ജോലി കിട്ടും. ആരുടെയും അടുത്ത് പോയി കൈനീട്ടേണ്ട ആവശ്യം എനിക്കില്ല. അപ്പോഴേക്കും മുത്തശ്ശൻ ദേഷ്യത്തോടെ പുറത്തു നിന്ന് വിളിക്കുകയാണ്, ഏയ് മരതകം. അത് കേട്ടിട്ട് എല്ലാവരും 3 പേരും ഞെട്ടിയിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അദ്ദേഹം വീട്ടിനകത്തേക്ക് കയറി ദേഷ്യത്തോടെ വന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, നിന്റെ കൊച്ചുമോൾ ചെയ്ത വേലയ്ക്ക് അവളിപ്പോൾ ജയിലിലാണ് കിടക്കേണ്ടത്. മഹേന്ദ്രനും ലക്ഷ്മിയും താലോലിച്ച് വളർത്തിയ മകളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം ഇവൾ ചെയ്ത തെറ്റ് ക്ഷമിച്ച് ഇത്തവണ ഞങ്ങൾ വെറുതെ വിടുകയാണ്. എൻ്റെ പേരക്കുട്ടികളുടെ വിവാഹ ജീവിതം മുടക്കാൻ വിചാരിച്ച ഇവളെ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ ഞാൻ അനുവദിക്കില്ല. വേറെ എവിടെയെങ്കിലും വീട് നോക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാൻ നോക്ക്. അപ്പോൾ മേഘയാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ലാത്ത മട്ടിൽ പരിഹാസത്തോടെ നിൽക്കുകയാണ്. പക്ഷെ അത് കേട്ടിട്ട് മനോഹരനും മുത്തശ്ശി ആകെ ഞെട്ടിയിട്ടുണ്ട്. എന്നിട്ട് മുത്തശ്ശി യാചിച്ച് പറയുകയാണ്, ഇങ്ങോട്ട് നോക്കൂ, മേഘ ചെയ്തത് തെറ്റ് തന്നെയാണ്. അവൾക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ അടുത്ത് മാപ്പ് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ കൈകൂപ്പുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അവൾക്കും നിങ്ങളല്ലാതെ മറ്റാരും ഇല്ലല്ലോ. അവളും വിവരമില്ലാത്തൊരു ചെറിയ പെണ്ണാണല്ലോ. അവൾ അറിയാതെ ചെയ്തു പോയ തെറ്റാണ്. നിങ്ങൾ വലിയ മനസ്സ് തോന്നി അവൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കണം. മേഘയും നിങ്ങളുടെ കൊച്ചുമോള് തന്നെയല്ലേ. അത് കേട്ടത് മുത്തശ്ശൻ ദേഷ്യത്തോടെ പുച്ഛത്തോടെ പറയാണ്, ഛേ, ഇവളാണോ എൻ്റെ കൊച്ചുമോള്? ഇവൾ എൻ്റെ കൊച്ചുമകളാണെന്ന് ഇനി ഒരു പ്രാവശ്യം കൊണ്ട് നീ പറയാൻ പാടില്ല. അതിനുള്ള ഒരു അർഹതയും ഇവൾക്കില്ല. ഇവളൊന്നും പെണ്ണുപോലും അല്ല. ഇവളൊക്കെ പിശാശാണ്, പിശാശ്. ഇവളെ ഈ വീട്ടിൽ താമസിക്കാൻ ഇനിയും അനുവദിച്ചാൽ അത് എൻ്റെ കുടുംബത്തിനാണ് നാശം. അതുകൊണ്ട് അവളോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറ. അദ്ദേഹം കടുംവാശി കാണിക്കുന്നപ്പോൾ അവർക്കും ഭയം തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ മനോഹരം പറയുന്നുണ്ട്, സാർ, ആദ്യം തന്നെ മേഘയ്ക്ക് അറിയില്ലായിരുന്നു മനീഷാണ് അവളുടെ ഗർഭത്തിന് ഉത്തരവാദിയെന്ന്. ഇപ്പോൾ ലാസ്റ്റ് സമയത്താണ് അവൾക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് മേഘ എന്ന് പറഞ്ഞപ്പോഴേക്കും മുത്തശ്ശൻ ഇടയ്ക്ക് കയറാണ്, മിണ്ടരുത്. നീ എന്താ ഇവൾക്ക് വേണ്ടി വക്കാലത്ത് സംസാരിക്കുകയാണോ? ഞാൻ ഇവളോട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. മേഘ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല. മര്യാദയ്ക്ക് ഇവളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറ. അദ്ദേഹം തൻ്റെ വാശിയിൽ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ മേഘയ്ക്ക് അത് കേട്ടിട്ട് വലിയ കൂസലൊന്നുമില്ല. മുത്തശ്ശിയാണെങ്കിൽ ശബ്ദം താഴ്ത്തി പറയുന്നുണ്ട്, മേഘ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മുത്തശ്ശൻ്റെ കാൽക്കൽ വീണ് മാപ്പ് പറഞ്ഞ് പറയടി. മേഘ, താൻ ഇങ്ങനെയൊക്കെ ചെയ്യണോ എന്നൊരു മട്ടിൽ നിൽക്കുകയാണ്. മനോഹരനും പറയുന്നുണ്ട്, മേഘ, മുത്തശ്ശൻ്റെ കാൽക്കൽ വീണിട്ട് മാപ്പ് ചോദിക്കുമോളെ, മാപ്പ് തരും മുത്തശ്ശൻ. പക്ഷേ മേഘ അപ്പോഴും അഹങ്കാരത്തോടെ പറയാണ്, ഞാൻ ആരുടെ കാലിൽ വീണിട്ടും മാപ്പ് ചോദിക്കാനൊന്നും പോകുന്നില്ല. അപ്പം അദ്ദേഹവും പറയുന്നുണ്ട്, നീ എൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിച്ചെന്ന് കരുതി ഞാൻ നിനക്ക് മാപ്പ് തരാൻ പോകുന്നെന്നാണോ നീ കരുതിയത്? കിഴക്കുദിക്കുന്ന സൂര്യൻ പടിഞ്ഞാറുദിച്ചാലും നിനക്ക് മാപ്പില്ല. ഞാൻ നിന്നെ ഒരു കാലത്തും നിനക്ക് ഞാൻ മാപ്പ് തരാൻ ഉദ്ദേശിക്കുന്നുമില്ല. മുത്തശ്ശൻ തൻ്റെ വാക്കുകളിൽ തന്നെ അടിയുറച്ച് നിൽക്കുകയാണ്. അപ്പോഴും മേഘയും അതേ അഹങ്കാരത്തോടെ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ഇത്രയും അഹങ്കാരിയായ നിനക്ക് ഇനി ഈ വീട്ടിൽ താമസിക്കാനുള്ള ഒരനുമതിയും ഇല്ല. മര്യാദയ്ക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ നോക്ക്. അപ്പോഴും മേഘ അഹങ്കാരത്തോടെ പറയാണ്, എനിക്ക് തരേണ്ടതൊക്കെ നിങ്ങൾ തന്നിരുന്നെങ്കിൽ ഞാനെന്തിനാ ഇപ്പം ഇങ്ങനെ ഇവിടെ കിടന്ന് അലയേണ്ടത്? ഞാൻ ഇങ്ങനെ നടക്കാൻ തന്നെ കാരണം നിങ്ങളെല്ലാവരുമാണ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, നിനക്ക് തരേണ്ടതൊക്കെ ഞങ്ങൾ തന്നു കഴിഞ്ഞതാണ്. ചെയ്യേണ്ടതൊക്കെ നിനക്ക് വേണ്ടി ചെയ്തും കഴിഞ്ഞതാണ്. പക്ഷെ നീയാണ് എല്ലാം നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിയത്. അവസാനം ഞങ്ങൾ താമസിച്ച വീട് പോലും സേട്ടിന് ലേലത്തിൽ വെക്കാനുള്ള അവസരം നീ ഉണ്ടാക്കി. എന്നിട്ട് ചന്ദ്രിക വളരെയധികം കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ വീട് ലേലത്തിൽ തിരിച്ചെടുത്തു. നീ ഞങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതൊക്കെ നശിപ്പിച്ചു. എന്നാ പാവം ചന്ദ്രിക കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അതൊക്കെ വീണ്ടും തിരിച്ചെടുത്തു. മേഘ അപമാനത്തോടു കൂടിയാണ് അത് കേട്ട് നിൽക്കുന്നത്. ചന്ദ്രികയെ അവളേക്കാൾ മുകളിലായിട്ട് പറയുന്ന ഒരു കാര്യവും മേഘയ്ക്ക് സഹിക്കാനാവുന്നതായിരുന്നില്ല. അപ്പോൾ മനോഹരൻ മുത്തശ്ശിയുടെ കാതിൽ പോയിട്ട് പറയുന്നുണ്ട്, ചേച്ചി, മേഘയോട് സാറിൻ്റെ കാലിൽ വീഴാൻ വേണ്ടി പറ. അപ്പോഴേ മനസ്സറിഞ്ഞ് നമ്മളെ 3 പേരെയും ഈ വീട്ടിൽ താമസിക്കാൻ വിടുള്ളൂ ചേച്ചി. അപ്പോൾ മുത്തശ്ശിയും വാശിയോടെ പറയുന്നുണ്ട്, മേഘ, വലിയവരോട് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. ആദ്യം നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്ക്. മാപ്പ് ചോദിക്കാനാണ് നിന്നോട് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് മേഘയെ പിടിച്ച് അദ്ദേഹത്തിൻ്റെ കാൽക്കലേക്ക് തള്ളിയിടുകയാണ്. മേഘ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കലായിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ ദേഷ്യത്തോടെ മുത്തശ്ശിയോട് പറയാണ്, ഇവളെ എന്തിനാ എൻ്റെ കാൽക്കൽ കൊണ്ടിട്ടത്? അത് ഇവൾ ചെയ്ത കാര്യത്തിന് ഒരിക്കലും മാപ്പില്ല. എനിക്ക് ഇവൾക്ക് ഒരിക്കലും മാപ്പ് കൊടുക്കാൻ സാധിക്കുകയുമില്ല. എന്നിട്ട് അദ്ദേഹം ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ പിന്നിൽ നിന്ന് മുത്തശ്ശി ഒരുപാട് തവണ വിളിച്ചു നോക്കുന്നുണ്ട്, പോലെ എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം മൈൻഡ് പോലും വെക്കുന്നില്ല. അദ്ദേഹം പോയതും മുത്തശ്ശിയും മനോഹരനും ആകെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ മേഘ ദേഷ്യത്തോടെ രണ്ടുപേരോടും പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് അയാളുടെ കാൽക്കൽ എന്നെ കൊണ്ടിട്ടത്?
നീ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ കോപം കുറയുള്ളൂ. അപ്പോഴല്ലേ നമുക്ക് ഈ വീട്ടിൽ താമസിക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെ കഷ്ടപ്പെട്ടൊന്നും ഇവിടെ താമസിക്കേണ്ട കാര്യമില്ല. ആദ്യം വാടകയ്ക്കൊരു വീട് നോക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് മേഘ അവിടെ നിന്ന് ചാടിത്തുള്ളി ഇറങ്ങി പോവാണ്. അയ്യോ, ഇവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. മുത്തശ്ശിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മനോഹരൻ ചോദിക്കുകയാണ്, അല്ല ചേച്ചി, വീട്ടിനകത്ത് നോട്ട് അട്ടി കെട്ടി വെച്ചതുപോലെയാണല്ലോ ചേച്ചിയുടെ കൊച്ചുമോള് വാടക വീട് നോക്കാൻ പറഞ്ഞിട്ട് പോയത്. ഇവള് കൊടുക്കുന്ന 5-നും 10-നും ആരാണ് ഇവൾക്ക് വാടക വീട് കൊടുക്കാൻ പോകുന്നത്? അയ്യോ അയ്യോ, ഇവളുടെ ആ ഒരു സമയത്ത് ഇവളുടെ കൂടെ ഇറങ്ങി വന്നതാടാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. മുത്തശ്ശി സ്വന്തം തലക്കടിച്ച് കരയാണ്. ചേച്ചി, നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് ഞാനാണ് ഏറ്റവും കൂടുതൽ വീർപ്പ് മുട്ടുന്നത്. മുത്തശ്ശി സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. രാത്രിയായപ്പോൾ മഹേന്ദ്രൻ കുടുംബം എല്ലാവരും കൂടെ ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണ്. കുടുംബത്തോടെ എല്ലാവരെയും ക്ഷേത്രത്തിൽ ഇങ്ങനെ കാണുമ്പോൾ മനസ്സിന് സന്തോഷമാവുന്നുണ്ട്. പൂജാരിയും പറയാണ്. അപ്പോൾ ആരുടെ പേരിൽ അർച്ചന എന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രികയുടെയും സിദ്ധുവിൻ്റെയും മലറിൻ്റെയും പേരിൽ 3 പേർക്കും വേണമെന്ന് പറയുന്നുണ്ട്. ചന്ദ്രിക കയ്യിലുണ്ടായിരുന്ന താലി പൂജാരിയെ ഏൽപ്പിക്കാൻ വേണ്ടി പറയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഇത് ദൈവത്തിൻ്റെ പാദത്തിൽ വെച്ചിട്ട് പൂജ ചെയ്തിട്ട് കൊണ്ടുവരാൻ. അദ്ദേഹം പൂജ ചെയ്ത് പ്രസാദം കൊണ്ടുവന്ന് 3 പേർക്കുമായിട്ട് കൊടുക്കുവാണ്. അതിനുശേഷം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്ന താലിമാല പൂജിച്ചിട്ട് കൊണ്ടുവന്നിട്ട് അതും ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്രൻ സിദ്ധുവിനോട് പറയാണ്, സിദ്ധു നീ തന്നെ ഇതെടുത്ത് ചന്ദ്രികയ്ക്ക് കൊടുക്ക്. അങ്ങനെ സിദ്ധു തന്നെ അത് എടുത്തിട്ട് ചന്ദ്രികയുടെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. അവളാണെങ്കിൽ കണ്ണുകളിൽ വെച്ച് ഭയഭക്തിയോട് കൂടിയാണ് അത് ചെയ്യുന്നത്. ചന്ദ്രികയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി അവളെ ആശ്വസിപ്പിക്കുകയാണ്, ചന്ദ്രിക നീ ആഗ്രഹിച്ചതുപോലെ എത്രയും പെട്ടെന്ന് ഇത് നിൻ്റെ കഴുത്തിൽ വരിക തന്നെ ചെയ്യും. ഇനി നിങ്ങളുടെ കല്യാണം ആർക്കും മുടക്കാൻ സാധിക്കില്ല. ഇന്നു മുതൽ നിങ്ങളുടെ കഷ്ടകാലം അവസാനിച്ചു എന്ന് തന്നെ കരുതിക്കോ മോളെ, പൂജാരിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും അമ്പലത്തിലെ മണിമുഴങ്ങുന്നുണ്ടായിരുന്നു. അതും അവർക്കൊരു നല്ല സൂചനയാണ്. അപ്പോൾ മലര് ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ, അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണം എപ്പോഴാണ് നടത്താൻ പോകുന്നത്? അത് കേട്ട് സിദ്ധുവും ചന്ദ്രികയും ചിരിക്കുകയാണ്. അപ്പോൾ മഹേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, അടുത്ത മുഹൂർത്തത്തിൽ തന്നെ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം നടത്താം പോരെ മാഡം? അടുത്ത മുഹൂർത്തം എന്ന് വെച്ചാൽ അത് എപ്പോഴാണ് മുത്തശ്ശ? അതിനിനിയും 2 ആഴ്ചയുണ്ടടാ. ചിരിച്ചുകൊണ്ട് മുത്തശ്ശൻ പറയാണ്. ഇനിയും 2 ആഴ്ചയുണ്ടോ? ആ ഉണ്ടടാ. എന്തിനാ ഇനിയും 2 ആഴ്ച നമ്മൾ കാത്തു നിൽക്കുന്നത്? നമുക്ക് താലി തിരിച്ചു കിട്ടിയില്ലേ? ഇപ്പം തന്നെ അച്ഛനോട് അമ്മയുടെ കഴുത്തിൽ താലി കെട്ടാൻ പറയും മുത്തശ്ശ. മലരിൻ്റെ കുഞ്ഞുവായിലെ വലിയ വർത്താനം കേട്ടിട്ട് ചന്ദ്രികയും സിദ്ധു നാണത്തോടെ നിൽക്കുകയാണ്. മാത്രമല്ല മഹേന്ദ്രൻ ലക്ഷ്മി ചിരിക്കുന്നുണ്ട്. ലക്ഷ്മി പറയാണ്, ഈ കല്യാണം നടത്താൻ സിദ്ധുവിനേക്കാളും ചന്ദ്രികയേക്കാളും തിടുക്കം മലറിനാണെന്ന് തോന്നുന്നല്ലോ. അച്ഛനോട് അമ്മയുടെ കഴുത്തിൽ താലി കെട്ടാൻ പറ മുത്തശ്ശ. അങ്ങനെ തിരക്ക് പിടിച്ച് ചെയ്യാൻ പറ്റില്ലടാ. സ്വന്തക്കാരെയും വലിയ വലിയ ആൾക്കാരെയും അതുപോലെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരെയും ഒക്കെ ചേർത്തിട്ട് നമുക്ക് കല്യാണം നടത്താൻ പറ്റുള്ളൂ. വലിയവരായിട്ട് നിങ്ങൾ 2 പേരും ഉണ്ട്, പിന്നെ സ്വാമിയും ഉണ്ട്. പിന്നെ എന്താ, ഇപ്പം തന്നെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം നടത്തി വെക്കും മുത്തശ്ശ. മലര് വീണ്ടും വീണ്ടും അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ സംസാരം കേട്ട് സിദ്ധുവിന് ചന്ദ്രയ്ക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ മഹേന്ദ്രൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങനെയല്ലടാ, മുഹൂർത്തം നോക്കി വലിയ വലിയ ആളുകളെയൊക്കെ വിളിച്ച് നാദസ്വരവും അതുപോലെ വലിയ ആൾക്കാരുടെയൊക്കെ അനുഗ്രഹവും ഒക്കെ വാങ്ങിയിട്ട് വേണം കല്യാണം നടത്താൻ. അങ്ങനെ ആവുമ്പോഴേ ആ കല്യാണം ഒരുപാട് കാലം നീണ്ടു നിൽക്കുള്ളൂ. ഓ അങ്ങനെയാണോ? അതേടാ മോളെ, മലറിന് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്. പൂജാരിയും അവളുടെ സംസാരം കേട്ടിട്ട് പറയാണ്. അതെ അതെ, അവളുടെ മുത്തശ്ശിയെ പോലെ തന്നെയാണ് മഹേന്ദ്രൻ പൂജാരിയോട് പറയുന്നുണ്ട്. അപ്പം ലക്ഷ്മി അത് തിരുത്തുകയാണ്, അല്ലല്ല, അവളുടെ മുത്തശ്ശനെ പോലെയാണ്. അവരെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ചന്ദ്രിക കുളി കഴിഞ്ഞ് വന്നപ്പോൾ സിദ്ധു ആണെങ്കിൽ ബെഡിൽ കിടന്ന് ഉറങ്ങുവാണ്. അവൾ ചിന്തിക്കുന്നുണ്ട്, ഇതെന്താ മണി 7 ആയല്ലോ, ഇത്ര സമയമായിട്ട് സാറെന്താ എഴുന്നേക്കാത്തത്? സാർ കോഫി കുടിക്കാം, എഴുന്നേക്ക്. പക്ഷേ സിദ്ധു കേട്ട ഭാവം കാണിക്കാതെ വീണ്ടും കിടക്കുകയാണ്. സിദ്ധു സാർ എഴുന്നേൽക്ക്. സിദ്ധു കമിഴ്ന്നാണ് കിടക്കുന്നത്. അപ്പോൾ ചന്ദ്രിക വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, സിദ്ധു സാർ എഴുന്നേൽക്ക്, മണി 7 കഴിഞ്ഞു. അവനെ തട്ടിക്കൊണ്ടാണ് അവൾ പറയുന്നത്. ഇതെന്താ ഇങ്ങനെ ബോധമില്ലാതെ ഉറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ട് അവൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ സിദ്ധാർത്ഥ് എഴുന്നേൽക്കുന്നേ ഇല്ല. അവസാനം അവനെ തിരിച്ചിട്ട സമയത്ത് അവൾ ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥിൻ്റെ കഴുത്തിന് കത്തി വെച്ച് മുറിച്ചിരിക്കുകയാണ്. അവിടെ നിന്നും ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് സിദ്ധാർത്ഥ് ബോധമില്ല, മരിച്ചു കിടക്കുകയാണ്. ശരിക്കും ചന്ദ്രിക ഷോക്കായിട്ടാണ് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്നത്. അവൾ അലറിക്കൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. അവൾ ആകെ വേർത്തിട്ടുണ്ടായിരുന്നു. അവൾ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ ഇതെന്താ ഇങ്ങനെയൊരു സ്വപ്നം വന്നത്? ഇപ്പം തന്നെ പോയി സിദ്ധു സാറിനെ കാണണം. അവൾ വേഗം സിദ്ധാർത്ഥിൻ്റെ മുറിയിലേക്ക് പോവുകയാണ്.
മെല്ലെ വാതിൽ തുറന്നപ്പോൾ അവൾ സ്വപ്നത്തിൽ കണ്ട അതേ ഒരു പൊസിഷനിൽ തന്നെയാണ് സിദ്ധു കിടക്കുന്നത് കമിഴ്ന്നിട്ട്. അപ്പോൾ അവൾ ഭയന്നാണ് അകത്തേക്ക് കാലെടുത്ത് വെക്കുന്നത്. അവൾ കുറച്ചു നേരം അവിടെ നിൽക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ് അങ്ങനെ തന്നെ കിടക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത പേടി തോന്നുകയാണ്. അവൾ സിദ്ധാർത്ഥിനെ തൊട്ടിട്ട് തിരിച്ച് കിടത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴേക്കും സിദ്ധു ഉറക്കത്തിൽ നിന്ന് തിരിഞ്ഞ് കിടക്കുകയാണ്. അവനിങ്ങനെ ചന്ദ്രിക വന്നതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവൻ തലയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. പക്ഷെ അപ്പോഴാണ് ചന്ദ്രികയ്ക്ക് സമാധാനമായത്. അവൻ്റെ കഴുത്തിൽ മുറിവൊന്നും ഇല്ലയെന്ന് കണ്ടപ്പോൾ. ദൈവമേ, അവൾ അറിയാതെ വിളിച്ചു പോവാണ്. സിദ്ധു ചന്ദ്രിക വന്നതൊന്നും അറിയാതെ ഉറങ്ങുന്ന സമയത്തും അവൾ വേവലാതിയോടുകൂടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തായിരിക്കും ഞാൻ ഇങ്ങനെയൊരു സ്വപ്നം കണ്ടത്? സിദ്ധു സാറിന് എന്തെങ്കിലും ആപത്ത് വരാനുണ്ടാവുമോ? നാളെ തന്നെ ഇദ്ദേഹത്തെ കോവിലിൽ കൂട്ടിക്കൊണ്ടുപോയി മന്ത്രിച്ച് ചരട് കെട്ടിക്കൊടുക്കണം. ചന്ദ്രിക മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ്. അവൾ തിരിച്ച് മുറിയിലേക്ക് പോകാൻ ശ്രമിച്ചപ്പോഴേക്കും അവളുടെ കാല് തട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ടേബിളിലെ ഗ്ലാസും വെള്ളമൊക്കെ താഴെ വീഴുകയാണ്. സിദ്ധാർത്ഥാണെങ്കിൽ ഉറക്കത്തിന് ഞെട്ടി പേടിച്ച് എഴുന്നേൽക്കുന്നുണ്ടായിരുന്നു. ഇതെന്താ ചന്ദ്രിക ഈ സമയത്ത് ഇവിടെ? അത് ഒന്നുമില്ല സർ, ഞാനൊരു ദുസ്വപ്നം കണ്ടു. അതാ ഞാൻ സാറിനെ കാണാൻ വന്നത്. എന്ത് ദുസ്വപ്നോ? അതിന് മാത്രം എന്ത് ദുസ്വപ്നമാണ് കണ്ടത് ചന്ദ്രിക? അത് വേണ്ട സർ, പറയുന്നില്ല. അത് ഓർക്കുമ്പോൾ തന്നെ എനിക്ക് നെഞ്ചൊക്കെ വല്ലാതെ വേദനിക്കുവാണ്. നെഞ്ച് പതറുന്നോ? അതെന്താ അതിനു മാത്രം? എന്താ എന്നെ ആരെങ്കിലും കൊല്ലുന്നതായിട്ടാണോ സ്വപ്നം കണ്ടത്? സിദ്ധു ചോദിച്ചത് കേട്ടതും ചന്ദ്രിക ശരിക്കും ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണ് സാർ ഇത്ര കൃത്യമായിട്ട് സാറിന് പറയാൻ പറ്റിയത്? അപ്പോൾ സിദ്ധു ചിരിച്ചുകൊണ്ട് പറയാണ്, ഓ, അർദ്ധരാത്രി ഭയന്നുകൊണ്ട് താൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സ്വപ്നമായിരിക്കും കണ്ടതെന്ന് എനിക്ക് തോന്നി. ശരി, ആരാണ് എന്നെ കൊന്നത്? ഇല്ല സർ, രാവിലെ കോഫി എടുത്തിട്ട് വന്നിട്ട് സാറിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചതാണ്. സാറിൻ്റെ കഴുത്ത് ആരോ അറുത്തിട്ടാണ് ഉണ്ടായിരുന്നത് സർ. സാറിൻ്റെ കഴുത്ത് മുഴുവൻ രക്തമായിരുന്നു. ഞാൻ വല്ലാതെ ഭയന്ന് പോയിട്ടുണ്ടായിരുന്നു. സ്വപ്നം കേട്ടിട്ട് സിദ്ധു ചിരിക്കുകയാണ്. ചന്ദ്രിക, അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നീ വല്ലാതെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊരു സ്വപ്നം വന്നത്. ചന്ദ്രിക, നമ്മൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് അത് റിഫ്ലക്റ്റ് ആയിട്ടാണ് നമുക്ക് ഉറക്കത്തിൽ സ്വപ്നമായിട്ട് വരുന്നത്. എനിക്ക് മേഘയെ കൊണ്ടോ അതോ മഹേഷിനെ കൊണ്ടോ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമെന്ന് നീ എപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയൊരു സ്വപ്നം വന്നത്. ചന്ദ്രിക ഭയത്തോടെ പറയാണ്. അവർ രണ്ടുപേരും വലിയ അപകടകാരികളാണ് സർ. അവരുടെ രണ്ടുപേരെടുത്തും സാർ ഒന്ന് വിട്ടു നിൽക്കുന്നതാണ് എത്രയും നല്ലത്. ചന്ദ്രിക, അത്ര പെട്ടെന്നൊന്നും അവർക്ക് രണ്ടുപേർക്കും എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്ക്. സർ, എനിക്ക് നിങ്ങളെ തനിച്ച് വിട്ടു പോവാൻ വല്ലാത്ത പേടി തോന്നുവാണ്. ഈ സ്വപ്നത്തെക്കുറിച്ച് ആലോചിക്കും തോറും എൻ്റെ ഹൃദയമൊക്കെ ഇങ്ങനെ വല്ലാതെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി ചന്ദ്രിക, അങ്ങനെയാണെങ്കിൽ നീ എന്നെ തനിച്ച് വിട്ടിട്ട് പോകണ്ട. ഒരുപക്ഷെ ഇനിയും പോയിട്ട് നീ ആ സ്വപ്നം കാണുന്ന സമയത്ത് ആരെങ്കിലും വന്നിട്ട് എൻ്റെ കഴുത്തറുത്ത് കൊന്നാലോ? അതുകൊണ്ട് ഒരു കാര്യം ചെയ്, നീ എൻ്റെ കൂടെ തന്നെ വന്ന് ഇവിടെ കിടന്നോളൂ. സിദ്ധു തമാശ രൂപേണയാണ് സംസാരിക്കുന്നത്. പക്ഷേ ചന്ദ്രികയ്ക്ക് ആ സ്വപ്നത്തിൻ്റെ ആ ഒരു മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവളുടെ മുഖം നിറയെ ടെൻഷനാണ്. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.